PCOD ഉള്ള ആളുകൾ നമ്മൾ ഒരുപാട് ഹെർബൽ ടീസ് ഒക്കെ അവരോട് കഴിക്കാനായിട്ട് പറയാറുണ്ട്, ഈ ഹോർമോണിന്റെ ഇംബാലൻസ് ഒക്കെ മാറി വരാനൊക്കെ ആയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന ഒരു കണ്ടന്റ് എന്നുള്ളത് സിന്നമൻ അല്ലെങ്കിൽ മറ്റേ കറുകപ്പട്ട എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ കറുകപ്പട്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പക്ഷെ ഈ കറുകപ്പട്ട PCODയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. മെയിൻ ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഹോർമോണിന്റെ ഇംബാലൻസ് ഒക്കെ മാറ്റിയിട്ട് ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുകയും ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹോർമോണിന്റെ ഇംബാലൻസ് മെച്ചപ്പെടുത്താനും അത് ബാലൻസ് ആക്കാനും അതിന്റെ ഭാഗമായിട്ട് പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരാനും ഓവുലേഷന്റെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവാനും കൃത്യമായിട്ട് ഓവുലേഷൻ വരാനും ഒക്കെ സഹായിക്കുന്നു. പിന്നെ കറുകപ്പട്ട ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരഭാരം പെട്ടെന്ന് കുറക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോർമോൺ വേരിയേഷന് കൊണ്ടുവരുന്ന മുഖക്കുരു, അതുപോലെ തന്നെ മുഖത്തും ശരീരത്തിലൊക്കെ ഉള്ള അമിതമായിട്ടുള്ള രോമ വളർച്ച, മുടി കൊഴിച്ചിൽ, ഇതിനൊക്കെ തടയാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ടക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കേടുവന്ന സെൽസിനെയൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ കറുകപ്പട്ടക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസും ഒക്കെ മാറ്റിയിട്ട് സെല്ലുകളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ കറുകപ്പട്ട ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ അളവ് കൂടാതെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അളവ് കൂടുന്നത് നമ്മുടെ ലിവറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളും ഫീഡ് ചെയ്യുന്ന അമ്മമാരും ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.